പൊട്ടറ്റോ റോസ്റ്റും സാലഡുമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഡിന്നർ റെഡിയാക്കി വെക്കുകയാണ്. അതിനുള്ള കാരണം ഞാൻ കാണിച്ചു തരാം. നോക്കൂ, എൻ്റെ കിച്ചൻ്റെ അവസ്ഥ കാണൂ. അപ്പോൾ ഇച്ചിരി പണിയുണ്ട് കിച്ചണിൽ. കുത്തി വരച്ചുകൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ. നോക്കൂ, അത് കാണുമ്പോൾ ഒരു സങ്കടം ഉണ്ടെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഡിന്നർ റെഡിയാക്കി വെക്കുകയാണ്. കാരണം കിച്ചൺ എംപ്റ്റി ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഓവനിൽ വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഷെയർ ചെയ്യണത്. ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോസാണ്, നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ. റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ നല്ല മസാലയൊക്കെ അതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് തലേദിവസം കഴുകി ഇങ്ങനെ ഒരു അരിപ്പയിൽ വെച്ചിരുന്നായിരുന്നു. അപ്പോൾ വെള്ളം എല്ലാം പോയി കിട്ടും. അപ്പോൾ നമുക്ക് തൊലികളിലൊക്കെ ചെളി ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല ബ്രഷ് ചെയ്ത് കഴുകിയിട്ട് വേണം ഇങ്ങനെ വെള്ളം വാരാനായിട്ട് വെക്കുന്നത്. ഇങ്ങനെ ഒരു തൊലി ഇങ്ങനെ ചിരണ്ടിയെടുക്കാം നമുക്ക്. ഞാൻ പലതരത്തിലുള്ള സ്വീറ്റ് പൊട്ടറ്റോസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു റോസ്റ്റ് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇനിയും ചില റെസിപ്പികളൊക്കെ ഉണ്ടാക്കും, വീണ്ടും വേണമെന്ന് ചോദിക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കണം. ഫിഷിൻ്റെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്ത്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോകും. നമ്മുടെ പൊട്ടറ്റോ റോസ്റ്റൊക്കെ ഉണ്ടാക്കണം, അതിലും ഇച്ചിരി ഒരു ടേസ്റ്റ് കൂടുതൽ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരുന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3-4-5 സ്വീറ്റ് പൊട്ടറ്റോ 1 kg ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ബേക്കിംഗ് ട്രേ റെഡിയായിട്ട് ഒരു അലുമിനിയം ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ എംപ്റ്റി കൊടുക്കുക. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകുകയൊക്കെ വേണമെങ്കിൽ രാവിലെ തന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചാൽ വൈകുന്നേരം വരുമ്പോൾ ഓവൻ ഓണാക്കിയാൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ക്യൂബുകളായിട്ടാണ് നുറുക്കിയെടുക്കുന്നത്. നേരത്തെ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തൊലി അങ്ങനെ വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തിട്ട്. അപ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. എനിക്ക് ശരിക്കും ഇഷ്ടമില്ലാത്തതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഞാൻ റോസ്റ്റ് ചെയ്ത് തുടങ്ങിയ പിന്നെ എല്ലപ്പോഴും ഞാൻ റോസ്റ്റ് ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഹെൽത്തിയാണ്. ഒരു സൂപ്പർ ഫുഡാണ് സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ നിങ്ങളിത് റെഡിയാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്യൂബ്സ് പോലെ ഇങ്ങനെ ഒരു ചെറിയ ക്യൂബ്, നമ്മൾ പൊട്ടറ്റോ ഒക്കെ അരിഞ്ഞെടുക്കുന്ന ആ ഒരു ക്യൂബ് കഷ്ണങ്ങൾ പോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോയും തൊലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നുറുക്കി ചേർക്കുക. ഇതല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് പേപ്പറിലാണെങ്കിലും മതി. ഇങ്ങനെ ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ രാവിലെ തന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചാൽ വൈകുന്നേരം നമ്മൾ ഓവൻ ഓണാക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി വെക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് പിന്നെ അതിനെ ഒന്നോടെ രണ്ടാക്കിയിട്ട് ഇങ്ങനെ ക്യൂബ്സായിട്ട് മുറുക്കിയെടുക്കുക. നല്ല സ്വീറ്റ് പൊട്ടറ്റോസ് ആയിരുന്നു കേട്ടോ. ഇനി ക്രിസ്മസിനും ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കി ഇത് സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. ഇത് ചിലർ ഇത് കഴുകിയിട്ട് അപ്പോൾ തൊലിയിലൊക്കെ ചെളി ഉണ്ടെങ്കിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കഴുകി കളഞ്ഞാൽ പിന്നെ കഴിയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാൻ കേട്ടോ. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്ന കുക്കുംബർ സാലഡും ഞാൻ പറഞ്ഞല്ലോ കിച്ചണിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് പ്രോപ്പർ ഫിഷൊന്നും കട്ട് ചെയ്ത് ഗ്രില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ള ഫിഷ് മേടിച്ചായിരുന്നു കോട്ടിംഗ് ഒക്കെ ചെയ്ത് കിട്ടുന്നത്. അപ്പം ജസ്റ്റ് അതും കൂടെ വെച്ചാൽ മതി. അപ്പം ഞാൻ കുക്കുംബർ സാലഡും നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ സാലഡ് പെട്ടെന്ന് അന്നേരം റെഡിയാക്കി എടുത്താൽ മതി. പക്ഷേ എനിക്ക് ഇങ്ങനെ കിച്ചൺ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ റെഡിയാക്കി വെക്കുന്നത്. അപ്പം നമുക്ക് പൊട്ടറ്റോസ് എല്ലാം സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങുകളെല്ലാം ഞാൻ ക്യൂബ്സായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ അതിനകത്ത് ഒട്ടും വെള്ളമില്ല കേട്ടോ, ഡ്രൈ ആയിട്ടുണ്ടായിരിക്കണേ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കണം. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ചതച്ച കുരുമുളക് പൊടി ഞാൻ വീട്ടിൽ തന്നെ ചതച്ചെടുത്താണ് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളിയുടെ പൗഡർ. അതില്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചോ അങ്ങനെ അരിഞ്ഞോ ഗ്രേറ്റ് ചെയ്തോ ചേർത്താലും മതി കേട്ടോ. വെളുത്തുള്ളിയുടെ ഫ്ലേവർ വേണം ഇതിനകത്ത്. 1 ടീസ്പൂൺ വേണം. ഉപ്പ് ആവശ്യത്തിന് 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഒലിവ് ഓയിൽ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. അതെല്ലാം ഒന്ന് കോട്ട് ചെയ്ത് കിട്ടാൻ പാകത്തിനുള്ളത്, ഒരുപാട് വേണ്ട. ഇനി നമുക്കത് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു തവി വെച്ച് ഉപയോഗിച്ചാലും മതി. ഞാൻ കൈ കൊണ്ട് തന്നെയാണ്. എല്ലാ ഭാഗത്തും വരണം നമ്മുടെ പൊട്ടറ്റോസിൻ്റെ, എങ്കിലാണ് നമുക്കത് ടേസ്റ്റ് കിട്ടും. അപ്പം നേരത്തെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു റോസ്റ്റിന് നല്ല ഫ്ലേവറായിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോയുടെ സ്വീറ്റ്നെസ്സൊക്കെ ഒന്ന് കുറച്ച് നല്ല ടേസ്റ്റി റോസ്റ്റ് കിട്ടും നമുക്ക്. ഇതെല്ലാം കൂടെ ചേർത്തു. ഞാൻ ഇതുവരെ ചേർത്തിരിക്കുന്നത് ചതച്ച കുരുമുളക്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പൗഡർ. അങ്ങനെ മേടിക്കാൻ കിട്ടുന്നതാണ് ഷോറൂമിൽ. അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ടിട്ടാലും മതി. അരിഞ്ഞ് ചേർക്കുകയോ ഗ്രേറ്റ് ചെയ്ത് ഞാൻ ഇച്ചിരി ചതച്ചും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ലതാണല്ലോ. പിന്നെ ചേർക്കേണ്ടത്, പിന്നെ ഒലിവ് ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തു. സ്മോക്ഡ് പപ്രിക്ക എല്ലായിടത്തും മേടിക്കാൻ കിട്ടുന്നതാണ്. അതില്ലെങ്കിൽ
നമുക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും മതി. കുമിച്ചിട്ട് 1 ടീസ്പൂൺ. സ്മോക്ഡ് പപ്രിക്ക കിട്ടുവാണെങ്കിൽ അത് തന്നെ മേടിക്കണം കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ആ പപ്രിക്കയുടെയും എല്ലാ ഭാഗത്തേക്കും പൊട്ടറ്റോയുടെ എല്ലാ ഭാഗത്തേക്കും ഇതായി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒലിവ് ഓയിൽ ചേർക്കുമ്പോൾ അതും കൂടി അതെല്ലാം അങ്ങനെ കോട്ടായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് നിരത്തി മുകളിലൊന്നും വരാതെ ഈക്വലായിട്ട് നിരത്തിയിടുക. ഒരു 20 to 30 മിനിറ്റ്സ് കൊണ്ട് റോസ്റ്റാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ എപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അരമണിക്കൂർ മുമ്പ് ഓവൻ ഓണാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്ത് ഞാൻ കൈ കൊണ്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ചു. ഇനി പയ്യെന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തു. ഇനി ഞാൻ ഓവനിലേക്ക് വെക്കാം കേട്ടോ. അത് അവിടെ ഇരുന്നോളും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓണാക്കിയാൽ മതി. അപ്പോൾ ഒന്ന് ഓൾ ഡേ വർക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈവനിങ്ങിലേ എനിക്ക് കിച്ചണിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ കിച്ചണൊന്ന് ക്ലീനൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഓവൻ ഓണാക്കിയാൽ മതി. അപ്പോൾ എൻ്റെ റോസ്റ്റ് പൊട്ടറ്റോയ്ക്കുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ റോസ്റ്റിങ്ങിനുള്ള എല്ലാ മാറിനേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഓവനിലേക്ക് വെക്കാം നമുക്ക്. അപ്പം റെഡിയായി. ഇനി നമുക്ക് കുക്കുംബർ സാലഡിനുള്ള കുക്കുംബറൊക്കെ ഒന്ന് അരിഞ്ഞും വെക്കണം. അപ്പോൾ ക്രീമോ യോഗട്ടോ എന്താ അതിൻ്റെ സാലഡ് ഡ്രസ്സിങ് ഈവനിങ്ങിൽ ചെയ്താലും മതി. അല്ലെങ്കിൽ അപ്പോൾ ചിലപ്പോൾ അത് സോഗിയായി പോകും. നോക്കൂ. അപ്പോൾ റോസ്റ്റ് പൊട്ടറ്റോയ്ക്കുള്ളത് ഓവനിലേക്ക് വെച്ചു. അത് ഓണാക്കിയാൽ മതി ഈവനിങ്ങിൽ. ഞാൻ ഫ്രോസൺ ആണ് ഫിഷ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ഫിഷും കൂടി ഒന്ന് ട്രേയിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്തിരുന്നോളും. ഈവനിങ്ങിൽ രണ്ടും കൂടെ ഒരുമിച്ച് ഓണാക്കിയാൽ മതി. സാൽമൺ ഫിഷൊക്കെ ഫില്ലറ്റ് കിട്ടുവാണെങ്കിൽ അതാണ് നമ്മുടെ പ്രോപ്പർ മസാലയൊക്കെ ചേർത്തിട്ട് ഞാൻ സാൽമൺ ഫില്ലറ്റ് ഗ്രില്ലിൻ്റെ റെസിപ്പിയൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. പക്ഷേ എനിക്കിത് അതിനൊന്നുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി അല്പം സാലഡും കൂടെ റെഡിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഇതും വെച്ച് ഓവനിലേക്ക് ഞാൻ വെളുത്തുള്ളി ചതച്ച് ചേർക്കാൻ മറന്നു പോയായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 അല്ലി ചതച്ചതും കൂടെ നമ്മുടെ റോസ്റ്റ് പൊട്ടറ്റോയുടെ ട്രേയിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് കത്തി വെച്ചൊന്ന് ചതച്ചൊന്ന് കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് ചേർക്കും. പൊടി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഗാർലിക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും നമ്മൾ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കുംബർ സാലഡ് റെഡിയാക്കി എടുക്കാം. കുക്കുംബർ സാലഡ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള കുക്കുംബർ ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ തൊലി മുഴുവൻ കളഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ എപ്പോഴും ഇഷ്ടം ഇങ്ങനെ പീൽ ചെയ്തിടുന്നതാണ്. അതൊരു സിൽക്കി സോഫ്റ്റ് ഫീലിംഗ് കിട്ടും നമുക്ക്. നമ്മുടെ സാലഡ് കഴിക്കാൻ തോന്നും. അകത്തുള്ള കുരുവിൻ്റെ ഭാഗത്തേക്കുള്ള വരുമ്പോൾ മാത്രമേ ഞാൻ ചെറുതായിട്ട് നുറുക്കിയിടുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ പീൽ ചെയ്തിടും. അപ്പം കഴിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. സാലഡൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഔട്ടർ ലെയർ ഫുള്ള് ഞാനിങ്ങനെ പീൽ ചെയ്തിടും. പിന്നെ അകത്തുള്ള വരുമ്പോൾ ഇച്ചിരി സോഗിയായിട്ടുള്ള ഭാഗം വരുമ്പോൾ ചെറുതായിട്ട് നുറുക്കിയിട്ടിടും. അപ്പോൾ കുക്കുംബർ സാലഡിന് ഞാൻ ഒരു കുക്കുംബറും ഉണ്ട്, ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തിടുക. അകത്തുള്ളതൊക്കെ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ടിടുക. ഇത് ഇത്ര ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ഒരു സവാള ചേർക്കുന്നുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള സമയം കുറവ് കാരണം സിമ്പിൾ കുക്കുംബർ സാലഡാണ്. അതിൻ്റെ കൂടെ ഒരു സവാളയുടെ പകുതിയോ കൂടെ ചേർക്കാം. അപ്പോൾ നോക്കൂ, ഔട്ടർ ലെയർ ഇങ്ങനെ പീൽ ചെയ്തിട്ട് ഇന്നർ ഞാൻ ചെറുതായിട്ട് നുറുക്കിയിട്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുഴുവൻ പീൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അകത്തുള്ളത് ചെറുതായിട്ട് നുറുക്കിയിട്ട് ചേർക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞ സിമ്പിളായിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കണേ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം നമ്മൾ സാലഡ് റെഡിയാക്കി എടുക്കുമ്പോൾ. ഇത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കുക്കുംബർ സാലഡ്. അതിനകത്തേക്ക് ഞാൻ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയക്കുറവ് മൂലമാണ് ഞാനിങ്ങനെ സിമ്പിളായിട്ടുള്ളത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഡ്രസ്സിങ്ങൊക്കെ സാലഡ് ഡ്രസ്സിങ് നമുക്ക് ഏത് രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. ഈവനിങ്ങിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇച്ചിരി യോഗട്ടൊക്കെ ഇട്ട് ആണ് ചേർക്കുന്നത് ഇതിനകത്ത്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള നട്ട്സോ അങ്ങനെയൊക്കെ ചേർക്കാം നമുക്ക്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ പുറത്തെ പീലിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ അകത്തെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ടിടാം. അപ്പോൾ നമ്മുടെ പീൽ ചെയ്തിരിക്കുന്ന നമുക്ക് ഒരു പ്ലേറ്റ് ചെയ്യാം നമുക്ക്.
അപ്പോൾ ഇതും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കുക്കുംബർ അരിഞ്ഞ് വെക്കുക, അങ്ങനെ ഒനിയനും ഇതും കൂടി അരിഞ്ഞ് വെക്കുക. ഈവനിങ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സിങ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സോഗിയായി പോവും ഒത്തിരി നേരത്തെ ചെയ്ത് വെച്ചാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സമയത്ത് എടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് കിച്ചണിൽ എപ്പോൾ കയറാൻ പറ്റുമെന്ന് സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ റെഡിയാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തെ ആ ഭാഗം ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടം കേട്ടോ. സിമ്പിളായിട്ട് അരിഞ്ഞിട്ടാലും മതി എപ്പോഴും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് സാലഡൊന്നും കഴിക്കുന്ന ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുത്ത് വെക്കും, അവർ കഴിക്കും. അപ്പം കഴിക്കുമ്പോൾ നല്ലൊരു ഒത്തിരി തിന്നായിട്ടുള്ള ലെയറായിട്ട് നമ്മൾ കുക്കുംബർ അരിഞ്ഞെടുക്കുമ്പോൾ കഴിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പം ഇതിനും ചെറുതായിട്ട് നുറുക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. അപ്പോൾ ഫിഷ് ശരിക്കും വീട്ടിൽ ഗ്രില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഹെൽത്തി ഡിന്നറുമായി എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക്. നേരത്തെ ഒന്ന് പ്ലാനിങ് ഒക്കെ ചെയ്താൽ മതി. റോസ്റ്റിങ്ങിനുള്ള ട്രേ ഒക്കെ ഇതുപോലെ മാറിനേറ്റ് ചെയ്ത് നേരത്തെ വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെന്തെങ്കിലും ബിസി ആയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ അകത്തെ കുക്കുംബറും നുറുക്കിയെടുത്തു. ഞാൻ അത് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കുംബറെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഒനിയനും കൂടെ അരിഞ്ഞെടുക്കാം. നമുക്കത് ഞാൻ പ്ലേറ്റിലേക്ക് ചേർത്തു. ഇന്നൊരു ഒനിയൻ അതും ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. ആ കുക്കുംബർ അരിഞ്ഞ അതുപോലെ തന്നെ ചെറുതായിട്ട് തന്നെ ഞാൻ അരിയുന്നത്. ഒനിയനും അപ്പോൾ നമ്മുടെ സാലഡിനുള്ള സാധനങ്ങളുമായി. ഇതിനകത്ത് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവരത് കടിച്ചാൽ പിന്നെ കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും ചേർക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ എല്ലാം ആയി. ജസ്റ്റ് ഇതിനകത്ത് ഒരു ഡ്രസ്സിങ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഈവനിങ്ങിൽ ഡിന്നറിന് മുമ്പ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാനെങ്ങനെയാണ് കുക്കുംബർ സാലഡ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട തൈര് 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർക്കുന്നത്. 3 ചേർത്തു. ഇനി ഞാൻ അല്പം വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുത്തു. അല്പം കുരുമുളക് പൊടി ചേർത്തു. അല്പം വെളുത്തുള്ളി പൗഡർ ചേർത്തു. ഇനി വെളുത്ത എള്ള വലിയ ടേബിൾ സ്പൂൺ. ഇഷ്ടമാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണത്. അല്ലെങ്കിൽ പംകിൻ സീഡ്സോ എന്താ സീഡ്സ് ഇഷ്ടം എന്ന് വെച്ചാൽ ചേർക്കാം. ഞാൻ 2 വലിയ ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്കതിനകത്തേക്ക് ഇതും ഓപ്ഷണലാണ്, നമുക്കിഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാം കേട്ടോ. സോയാ സോസ് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ഓർഗാനിക് ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ അല്പം ഒലിവ് ഓയിലും ചേർക്കുന്നുണ്ട്. അല്പം ഒരു 1/2 ടീസ്പൂണേ വരുന്നുള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ. ഒത്തിരി മധുരം മുന്നോട്ട് നിൽക്കരുത്. ഒരു ഫ്ലേവർ കൊടുക്കും. അതിനകത്ത് ഞാൻ ഒലിവ് ഓയിൽ ചേർത്തത് കാണിച്ചില്ല കേട്ടോ. ഒലിവ് ഓയിലും ചേർത്ത് കൊടുത്തു കുറച്ച്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സിൽക്കി സോഫ്റ്റ് സ്മൂത്തി ആയിട്ടുള്ള ക്രീമി കുക്കുംബർ സാലഡ് റെഡിയായി. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി നോക്കണം കേട്ടോ. അടിപൊളിയായിരുന്നു. എനിക്കൊരു കമൻറ്റ് കിട്ടിയത് ഒനിയൻ ഇച്ചിരി കൂടെ വേണമെന്നായിരുന്നു. ശരിക്കും കുക്കുംബർ അധികം ഉണ്ടായിരുന്നു. ഒനിയൻ എനിക്കൊരുപാട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒനിയൻ കുറച്ചിരുന്നത്. അപ്പോൾ ഫിഷും പൊട്ടറ്റോസും ഒക്കെ റോസ്റ്റായി റെഡിയായി വന്നു. ഒരു 20 to 30 മിനിറ്റ്സ് കൊണ്ട് കുക്കായി കിട്ടിയായിരുന്നു കേട്ടോ ഈവനിങ്ങിൽ. അപ്പോൾ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്ലേറ്റ് ചെയ്യാം. സാലഡ് ഡ്രസ്സിങ് നമ്മൾ ഈവനിങ്ങിൽ ചെയ്തെടുത്ത് പെട്ടെന്ന്. അപ്പോൾ ഫിഷ്, ഗ്രിൽഡ് ഫിഷ്, സ്വീറ്റ് പൊട്ടറ്റോയാണ്. അപ്പോൾ അത് സൂപ്പർ ഫുഡാണ്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്, നമുക്കറിയാവുന്നതാണത്. അപ്പോൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. അങ്ങനെ
ക്രിസ്മസ് ടൈമിൽ പൊട്ടറ്റോ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതും റോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഓൾറെഡി ഓർഡർ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോസ് കിട്ടുമ്പോൾ റെഡിയാക്കി നോക്കണം. ഇനി നമുക്കല്പം നമ്മുടെ ക്രീമി സിൽക്കി സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കുക്കുംബർ സാലഡ് എന്ന് വെച്ചാൽ ഞാൻ ഡിന്നർ കഴിക്കട്ടെ. നിങ്ങളും പോയി തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു ഫോർ വാച്ചിങ് GNV ബ്ലോഗ്.